കുനിഞ്ഞു നോരുമ്പോഴോ തലയിളകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തല തട്ടിയാലോ തല വേദനിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് മൈഗ്രൈൻ രോഗികൾ ചികിത്സയ്ക്ക് വരുമ്പോൾ നമ്മുടെ തലയിൽ ആരെങ്കിലും ഒന്ന് തൊട്ടാലോ തലമുടി ചീവുമ്പോഴോ അതുപോലെ തട്ടനിടുമ്പോഴൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഗട്ടറിൽ ചാടുമ്പോഴോ ഹമ്പ് ചാടുമ്പോഴൊക്കെ തലയിൽ ഇളകുമ്പോൾ തന്നെ തലയ്ക്കുള്ളിൽ എന്തൊക്കെ കുലുങ്ങുന്നത് പോലെ തോന്നുന്നുണ്ട് ഡോക്ടറെ എന്ന് പറയാറുണ്ട്. ഇത്തരത്തിലുള്ള പല രോഗികളിലും നമ്മൾ വിശദമായിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ മൈഗ്രെയിൻ മാത്രമല്ല അതിനോടൊപ്പം തന്നെ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ രോഗവും ഉള്ളതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും ജലദോഷമോ കഫക്കെട്ടും നീരിളക്കവും ഒന്നുമില്ലാതെ അതല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ഒലിപ്പും ഒന്നുമില്ലാതെ തന്നെ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഡ്രൈ സൈനസൈറ്റിസ് വെറൈറ്റി ഈ രോഗത്തോടൊപ്പം കാണാറുണ്ട്. ഇത് കണ്ടുപിടിക്കാത്ത അല്ലെങ്കിൽ ഇത് നിർണ്ണയിക്കാത്ത രോഗികൾ കേവലം പെയിൻ കില്ലറുകളെ ആശ്രയിക്കുകയും ആ പെയിൻ കില്ലറുകൾ മാത്രം കഴിച്ചുകൊണ്ട് മൈഗ്രെയിൻ എന്ന് കരുതി അതിനെ തെറ്റിദ്ധരിച്ച് പിടിച്ചുകെട്ടാനായിട്ട് ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. പലപ്പോഴും ഡോക്ടേഴ്സ് നേസൽ എൻഡോസ്കോപ്പി അതായത് മൂക്കിൽ കുഴലിട്ട് പരിശോധിച്ചിട്ടോ അതല്ലെങ്കിൽ എക്സ്റേ പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടോ സ്കാൻ ഉപയോഗിച്ചിട്ടോ എല്ലാം സൈനസൈറ്റിസ് ഇല്ല എന്ന് പറയുന്ന പല രോഗികളിലും ഇത്തരത്തിലുള്ള സിംറ്റംസ് നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ സ്കാനിൽ തെളിഞ്ഞു കാണാൻ തക്കവണ്ണമുള്ള കഫക്കെട്ടോ നീർക്കെട്ടോ നിങ്ങൾക്കില്ലാത്തതാവാം അത്തരത്തിൽ ഒരു സൈനസൈറ്റിസ് ഇല്ല എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ തീർച്ചയായിട്ടും തന്നെ ഇത്തരത്തിൽ കുനിഞ്ഞു നിവരുന്ന ആളുകളിൽ നമ്മുടെ ഒരു വിശദമായിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കേസ് ടേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് നിങ്ങൾ സഫർ ചെയ്യുന്നതിന്റെ കാരണങ്ങൾ എന്നുള്ളത്. ഈ കാരണങ്ങളെ മനസ്സിലാക്കി അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചികിത്സ എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കുമ്പോൾ പൂർണ്ണമായും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ്. കുനിഞ്ഞു നിവരുന്ന സമയത്ത് അതല്ലെങ്കിൽ തലയൊന്ന് ഇളകുമ്പോഴോ ഒരു കുഞ്ഞു കുട്ടിയെങ്കിലും തലയ്ക്കൊന്ന് തട്ടുമ്പോഴോ നമ്മുടെ തലയ്ക്കുള്ളിൽ എന്തോ ഇളകുന്നത് പോലെയോ വേദനയോ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ.